ആഭിചാരക്രിയയുടെ പേരിൽ കോട്ടയത്ത് യുവതിക്ക് പീഡനം എന്നൊരു വാർത്ത. ഭർത്താവടക്കം 3 പേർ അറസ്റ്റിലായി. ദുരാത്മാക്കൾ യുവതിയുടെ ദേഹത്ത് കയറിയെന്ന് ആരോപിച്ചായിരുന്നു ഉപദ്രവം. മണിക്കൂറുകളോളം നേരം ശാരീരികമായി യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് വാർത്ത. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ആരാണിവർ? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇപ്പോഴും ഈ ദുരാത്മാക്കളിലേക്ക് വിശ്വസിക്കുന്ന ആളുകളുണ്ടോ? യുവതിയുടെ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് നടപടി എന്നറിയുന്നു. എങ്ങനെയാണ് ഇത് പുറത്തറിഞ്ഞത്? ഭർത്താവടക്കമാണോ ആക്രമിച്ചത്? ആരാണിത് ചെയ്തത്? ഡോക്ടർ അരുൺകുമാർ, ഈ കാലത്തും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി ഒരുപാട് പേർ ജീവിക്കുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. അഖിൽദാസ് എന്ന് പറയുന്ന ഭർത്താവിന്റെയും യുവതിയുടെയും പ്രണയവിവാഹമായിരുന്നു. ഈ ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞു വരവേ ഈ ദുരാത്മാക്കൾ, അതായത് മരിച്ചുപോയ ബന്ധുക്കളൊക്കെ തന്നെ ഈ ദേഹത്ത് കയറിയിട്ടുണ്ടെന്ന് ഈ മാതാവ്, അതായത് അഖിൽദാസിന്റെ അമ്മയാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ ക്ഷണിച്ചു വരുത്തിയ ആളാണ് ഈ ആഭിചാരക്രിയ നടത്തിയിട്ടുള്ള തിരുവല്ല സ്വദേശി, പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായിട്ടുള്ള ഇയാളെത്തുന്നത് ഈ കുട്ടൻ എന്ന് വിളിക്കുന്ന ശിവദാസ് എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ ഇത്തരത്തിൽ ആഭിചാരക്രിയ നടത്തുമ്പോൾ, അതായത് രാവിലെ ഈ 2-ാം തീയതി രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ മദ്യം നൽകി, വീട് നൽകി, വായിൽ ഭസ്മം കുത്തിക്കയറ്റി, ദേഹത്ത് പൊള്ളലേൽപ്പിച്ചു. അങ്ങനെ വിവിധങ്ങളായ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഈ യുവതി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ എന്ന് പറയുമ്പോൾ തന്നെ എത്ര സമയമായി എന്നാലും അത്രത്തോളം മണിക്കൂറുകളോളം നീണ്ട ഇത്തരത്തിൽ ഈ യുവതി ശാരീരികമായൊക്കെ തന്നെ പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ കുട്ടിയുടെ മനോനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇത് മനസ്സിലാക്കി പിതാവാണ് ഇത്തരത്തിലൊരു പോലീസിൽ പരാതി നൽകുക. തുടർന്നാണ് ഈ അഖിൽദാസിനെയും അദ്ദേഹത്തിന്റെ പിതാവ് ദാസിനെയും ശിവദാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മണർക്കാട് പോലീസ് ഇന്നലെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ മാതാവ് ഇപ്പോൾ ഒളിവിലാണ്. അതായത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വരേണ്ടത് മാതാവാണ്. കാരണം മാതാവാണ് ഇടപെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ മാതാവ് ഒളിവിലാണ് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരികയും ചെയ്യുന്നത്. വേറെ മണിക്കൂറോളം ഈ യുവതി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഭർത്താവടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇക്കാലത്തും ദുരാത്മാവും പരമാത്മാവും പിന്നെ ആഭിചാരക്രിയകളും, അല്ലേ?